മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആശാ വർക്കർമാർ. തങ്ങളെ തിരിഞ്ഞു നോക്കാതെയാണ് മുഖ്യമന്ത്രി ചെന്നൈക്ക് പോയത്. ഇത്രയും വില കുറഞ്ഞ ഒരു ഭരണാധികാരിയാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയെന്നും വിമർശനം. വളരെയധികം മനോവിഷമമുണ്ടെന്നും ആശാ വർക്കർമാർ പറയുന്നു. കൺമുന്നിലിരിക്കുന്നത് കാണാനുള്ള കണ്ണില്ലാതെ തമിഴ്നാട്ടിലോട്ട് പോകാനുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പാവത്തിന്. അതിനെല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രജകളെ, അദ്ദേഹത്തിൻ്റെ വോട്ടർമാരെ കാണാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോ അവരുടെ കുടുംബത്തിലുള്ളവരൊക്കെ വോട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഈ ഭരണ സംവിധാനം വന്നത്. അപ്പം ആ വോട്ടർമാരെ കാണാനുള്ള മനസ്സ്, കാഴ്ചശക്തി ഇല്ലാതെ അതെന്ത് പറയാനെന്നറിയില്ല. എന്താണ് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതെന്ന് ശരിക്കും പറഞ്ഞ് അറിഞ്ഞുകൂടാ. സത്യമാണത്. മനുഷ്യത്വം മരവിച്ചു പോയ ഒരു അവസ്ഥയായിപ്പോയി. മുഖ്യമന്ത്രിക്ക് ചെവിയില്ല, കാതില്ല. ചെവിയില്ല, കണ്ണില്ല. ആരോഗ്യമന്ത്രിക്ക് ചെവിയും കണ്ണുമില്ല. ധനമന്ത്രിക്കും ചെവിയും ഇല്ല, കണ്ണുമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഇത്. ഞങ്ങൾ കഴിഞ്ഞ 41 ദിവസമായി രാപകലില്ലാതെ ഈ വണ്ടിയുടെ പുകയും, അറിയാമല്ലോ ഇവിടുത്തെ മുഴുവൻ ചലനങ്ങളും നമ്മൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും നമ്മുടെ ബഹുമാന്യായ ആരോഗ്യമന്ത്രിയോ നമ്മുടെ ബഹുമാനമായ ധനമന്ത്രിയോ നമ്മുടെ മുഖ്യമന്ത്രി എന്തിനു വേണ്ട എത്ര മന്ത്രിമാരുണ്ട്, ഒരു നല്ല വാക്ക് വന്ന് പറഞ്ഞ് ഞങ്ങളെ വന്ന് കാണാൻ ഒരു 2 മിനിറ്റ് മതിയല്ലോ മുഖ്യമന്ത്രിക്ക്. ഈ 41 ദിവസമായിട്ട് 3 ദിവസമായിട്ട് ഞങ്ങൾ നിരാഹാര. അപ്പം ഇത്രയും ദിവസമായിട്ട് ഞങ്ങളൊന്ന് വന്ന് കാണാതെ ചെന്നൈയിലേക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് പോയി എന്നറിഞ്ഞതിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം കേരളത്തിന് വേണ്ടി 1-ാം സ്ഥാനം നേടിക്കൊടുക്കുന്നവരാണ് ഞങ്ങൾ ആശമാർ. എന്ത് കാര്യത്തിന് 1-ാം സ്ഥാനം കിട്ടുന്നത് ഞങ്ങൾ ചെയ്യുന്ന ജോലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി ഞങ്ങളെ ഒന്ന് വന്ന് കണ്ട് ഞങ്ങളോട് എന്താണ് നമ്മുടെ കാര്യം എന്ന് ഇതുവരെ വന്ന് അന്വേഷിച്ചിട്ടില്ല. അപ്പം ആ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു 2 മിനിറ്റ് വേണ്ട ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് വരാൻ. അപ്പം അത് ഒരു വലിയ വിഷമമായിട്ടാണ്. പക്ഷേ ഞങ്ങൾ ഈ സമരം, ഞങ്ങൾ ഈ നിരാഹാരം നിർത്തൂല. ഞങ്ങളെ അവകാശങ്ങൾ നേടിയെടുത്തല്ലാതെ ഇവിടുന്ന് പോവില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീനന്ദ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീനന്ദ, നമുക്കിപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, കടുത്ത പ്രതിഷേധമുണ്ട് മുഖ്യമന്ത്രി അവരോട് സംസാരിക്കാത്തതിൽ. ആരോഗ്യമന്ത്രിയുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധമുണ്ട്. ഏത് രീതിയിലാണ് പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത്? എന്താണ് ഇന്നത്തെ അവിടുത്തെ സമര ദിനത്തിലെ കാഴ്ചകൾ? ഐസൻ, ഇന്നിപ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ 41-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിരാഹാര സമരം 3-ാമത്തെ ദിവസത്തിലേക്കുമാണ് കടന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സർക്കാർ ഇത്രയും നാളായിട്ട് 41 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്, അവരുടെ മുക്കിൻ്റെ തുമ്പത്താണ് ഇവരിയ്ക്കുന്നത്, എന്നിട്ട് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാൻ കൂടി സർക്കാരിൽ ആരും തയ്യാറാകുന്നില്ല? കഴിഞ്ഞ ദിവസം NHM-ഉം അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജും ഇവരുമായി ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ചകൾ വെറും പരാജയമായി മാറിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ടുകൂടി സർക്കാരിൽ നിന്ന് മറ്റ് ഒരു മന്ത്രി പോലും ഇവരെ ഒന്ന് വന്ന് സന്ദർശിക്കാനോ ഇവരുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാനോ ഉള്ളൊരു ഇത് കാണിച്ചില്ല എന്നതാണ് ആശാ വർക്കർമാർക്ക്, ഇപ്പോൾ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് വളരെയധികം സങ്കടമുളവാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെന്നൈയിലൊരു ചർച്ചയ്ക്ക് പോയി അവിടെയുള്ള നമ്മുടെ മുഖ്യമന്ത്രിയായ MK സ്റ്റാലിനെ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞു. എന്നിട്ട് കൂടി തൊട്ട് മുൻപിൽ, സെക്രട്ടേറിയറ്റിന് തൊട്ട് മുൻപിലുള്ള ആശമാർ 41 ദിവസമായി രാവും പകലുമില്ലാതെ മഴയും മഞ്ഞും വെയിലും എല്ലാം കൊണ്ട് ഇവർ സമരം ചെയ്യുന്നു. എന്നിട്ട് കൂടി ഇവരെ ടാർപ്പ് അഴിച്ചു മാറ്റാനും ഇവർ മഴയത്ത് നനയാനും വിട്ടതല്ലാതെ ഇവരെ ഒന്ന് വന്ന് തിരിഞ്ഞു നോക്കാൻ കൂടി ഇവിടെയുള്ള ഒരു സർക്കാരിലുള്ള ആരും തന്നെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒന്ന് വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമുക്കിവിടെ ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, എന്താണ്, നമുക്കിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി കുറച്ച് മുൻപ് ചെന്നൈയിലോട്ട് പോയിട്ടുണ്ട്, സ്റ്റാലിൻ അവിടെയുള്ള മുഖ്യമന്ത്രിയെ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ തൊട്ട് മുൻപിലാണ് ഇരിക്കുന്നത്, നിങ്ങളൊന്ന് വന്ന് കാണാൻ പോലുമുള്ളൊരു മനസാക്ഷി കാണിച്ചില്ല എന്ന് ചേച്ചി നേരത്തെ പ്രതികരിച്ചു. എന്താണ് ചേച്ചി ഇപ്പോൾ പറയാനുള്ളത്? പറയാനുള്ളതൊന്നുമില്ല. സ്വന്തം വീട്ടിലുള്ളവർ പട്ടിണി കിടന്ന് മരിച്ചാലും വേണ്ടില്ല, ഞാൻ അടുത്ത വീട്ടിൽ ചെന്ന് മൃഷ്ടാന്നം ഭക്ഷിക്കും എന്നൊരു നിലപാട് തന്നെയാണ്. ഇത് അടിയന്തരമായി ഇടപെടുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇടപെട്ടില്ലെങ്കിൽ അത് വളരെ അതിരൂക്ഷമാണ്. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ കഴിയുമ്പോൾ മൊത്തത്തിൽ എല്ലാ പേരും കൂടെ ഒന്നിച്ച് നിരാഹാരം 24-ാം തീയതി തീർച്ചയായിട്ടും അത് സംഭവിക്കും. അപ്പം എന്തായാലും ഈ അധികാരത്തിൻ്റെ മുഷ്ക്, മനുഷ്യത്വരഹിതമായ ഈ പ്രവൃത്തി ഭൂഷണമല്ല.
തീർച്ചയായിട്ടും ഈ ഒരു അധികാരത്തിന്റെ ധാർഷ്ട്യം മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ധാർഷ്ട്യം തീർച്ചയായിട്ടും മാറ്റണമെന്നാണ് ഇവിടെയുള്ള ആശാ വർക്കർമാർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഇവർ മനസ്സിലാക്കാത്തത്, എന്താണ് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ പ്രതികരിക്കാത്തത് എന്നുകൂടി ആശമാർ ചോദിക്കുന്നുണ്ട്. തങ്ങൾ നിലവിലത്തെ ആവശ്യങ്ങൾ മാത്രമാണ്, തങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക അതുപോലുള്ള ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഇവർ ഉന്നയിക്കുന്നത്. ഈ ഒരു ആവശ്യങ്ങളൊന്നും തന്നെ സമരപ്പന്തലിലുള്ള ആൾക്കാരെ വന്ന് കാണാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാനോ ഉള്ളൊരിത് നമ്മുടെ മുഖ്യമന്ത്രിയോ അതിലുള്ള സർക്കാരിനുള്ള യാതൊരു ആൾക്കാരോ ഇതുവരെ ഒരു തീരുമാനമോ ഒന്നും എടുത്തിട്ടില്ല. 41 ദിവസമായിരിക്കുകയാണ്. ഇതൊരു അധികാര ധാർഷ്ട്യം എന്ന് തന്നെയാണ് ഇവിടെ ഉള്ള എല്ലാ ആശാ വർക്കർമാരും നമ്മോട് പ്രതികരിക്കുന്നത്. ഇപ്പോൾ 3 ദിവസമായി ഇവർ നിരാഹാര സമരത്തിലാണ്. ഈ നിരാഹാര സമരം മുന്നോട്ട് പോവുകയാണ്. 24-ാം തീയതി ഇവരുടെ ഒരു മഹാസംഗമം എന്ന രീതിയിൽ ഈ ഒരു സമരത്തിന് വേറൊരു രീതി അല്ലെങ്കിൽ വേറൊരു മുഖം ഇവർ നൽകുകയാണ്. ആ ഒരു മുഖം കണ്ടെങ്കിലും സർക്കാർ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കും എന്നിവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. തികച്ചും ഇന്നലെ 3 ആശമാർ ഇവിടെ സമരം തുടരുകയാണ്. അവർ നിരാഹാര സമരത്തിൽ തന്നെയാണ്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ വിലയിരുത്താനായി ഡോക്ടർമാരും എല്ലാം തന്നെ ഇവിടെ സജ്ജരായി തന്നെ നിൽക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഇവിടെ ഒരു മഴ പെയ്യുന്നു, ഇവർ താർപ്പയൊക്കെ കെട്ടി ഇവിടെ ഒരു കൂടാരം പോലെ സ്വന്തം വീടാണ് ഇവർക്ക് 41 ദിവസം മുൻ കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത് അവരുടെ ഒരു വീടാണ് എന്നൊരവസ്ഥയിലാണ് അവരിപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. തങ്ങളുടെ വീട്ടുകാരെ ഒന്നും കാണാണ്ട് ഇങ്ങനെ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്ര കാലം തങ്ങളുടെ മരണം വരെയും ഇവിടെ നിന്ന് തന്നെ പോരാടും എന്ന് തന്നെയാണ് ആശമാർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു കാര്യമെന്നത്. മരണം വരെ തങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും, എന്ത് വന്നാലും തീരുമാനം ഉണ്ടാകാതെ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയില്ല എന്നൊരു കാര്യമാണ് ഇവിടെ നമുക്ക് ചേച്ചി എന്താണ് ചേച്ചി നമ്മൾ 24-ാം തീയതി സമരമുഖം വേറൊരു മാറ്റത്തിലേക്ക് നയിക്കുകയാണ്? തീർച്ചയായിട്ടും മാറ്റത്തിലേക്ക് വരുവാണ്. നമ്മൾ 24-ാം തീയതി എല്ലാവരും നിരാഹാര സമരം എടുക്കുവാണ്, ഉപവാസമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും ഉപവാസത്തിന് ഞങ്ങൾ വരികയാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ നിരാഹാര സമരം ഉണ്ടാവും. തീർച്ചയായിട്ടും 24-ാം തീയതി ഒരു നിരാഹാര സമരം, കൂട്ടത്തോടെയുള്ളൊരു നിരാഹാര സമരത്തിലേക്കാണ് ഇവിടെയുള്ള എല്ലാ ആശാ വർക്കർമാരും നീങ്ങുന്നത്. ഇപ്പോൾ 3 പേർ മാത്രമാണ് 24-ാം തീയതി ആകുമ്പോൾ അതിൽ ഇവിടെയുള്ള എല്ലാവരും തന്നെ ഈ ഒരു സമരത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേച്ചി ഇവിടെ കുറച്ച് മുൻപ് പാട്ടൊക്കെ പാടിയായിരുന്നു. അപ്പോൾ ചേച്ചി എന്താണ് പറയുക, നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു കുടുംബമായിട്ടാണ്, ഇപ്പോൾ 41 ദിവസമായി ഒരു വീട് പോലെയാണ് നിങ്ങൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയോ ആരും തന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അപ്പോൾ എന്താണ് മനസ്സ് ഒരുപാട് വിഷമമുണ്ട്. കാരണം 41 ദിവസമായി എന്നിട്ടും നമ്മുടെ സർക്കാർ നമ്മളെ യാതൊരു തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അത് അങ്ങനെ ഒരു വിഷമം, ഭയങ്കര വിഷമം. നമ്മൾ പുറത്ത് പാടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിറയെ ഒരുപാട് സങ്കടമാണ്. കാരണം ഇത്രയും ദിവസമായി നമ്മൾ ഈ മക്കളെയൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് കിടക്കണം, വീടെല്ലാം ഇട്ടിട്ട് വന്ന് കിടക്കണം. വീടില്ല, അത് വേറൊരു സത്യം. എന്നാലും അതൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ കിടക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും സ്വന്തം വീട് പോലെയാണ് ഇപ്പോൾ ആശമാർക്ക് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവർ 41 ദിവസമായി നടത്തുന്ന സമരം എന്ന് പറയുന്നത്. ഈ സമരമുഖത്തിൽ നിന്ന് അവർ പിന്നോട്ടില്ല. അവർ എന്ത് വന്നാലും, തങ്ങളുടെ ജീവൻ പോയാലും, തങ്ങളുടെ മരണം വരെ ഈ ഒരു സമരമുഖത്ത് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് ഇവർ നൽകുന്നത്. ചേച്ചി എന്താണ് ഈ ഒരു ശരി ശ്രീനന്ദ,